വെൽക്കം ബാക്ക് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അനലൈസിസ് ആദ്യം നോക്കാം. നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ 2 ദിവസം മുൻപേ പറഞ്ഞിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോണാണ് 48,000 എന്ന് പറഞ്ഞ സംഭവം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ആയത് ലക്ഷം ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ്. ദെൻ മാർക്കറ്റ് വന്ന മുകളിലേക്ക് കയറുകയും ആദ്യത്തെ ക്യാൻഡിൽ 3 മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ക്യാൻഡിൽ ഡൗൺ സൈഡ് ആയിരുന്നു. ഡൗൺ സൈഡിൽ വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറുകയും മാർക്കറ്റ് മുകളിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം 48,000 എക്സാക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന 48,000-നകത്താണ് എക്സാക്റ്റ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. 48,000 എന്ന് പറയുന്ന ഒരു സെൻറ്റിമെൻ്റൽ ഏരിയയാണ്. ദെൻ അവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വീഴുകയും സ്വാഭാവികമായിട്ട് മാർക്കറ്റ് താഴേക്ക് പോരുന്ന രീതിയിൽ തന്നെ ഒരു ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാം ഒരു ലോവർ ലോ ലോവർ ഹൈ എന്നുള്ള രീതി ക്രിയേറ്റ് ചെയ്യാൻ ആ രീതിയിലാണ് പോകുന്നിരിക്കുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സ്വാഭാവികമായിട്ടും മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു ബുള്ളിഷ് ആയിരുന്നു. ഒന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറി ബോട്ടം ടച്ച് ചെയ്തു. ബോട്ടം ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഏരിയ പറഞ്ഞിരുന്നു, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് 6 മന്തോളമായിട്ട് ഫോളോ ചെയ്ത് പോരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈനിൽ തട്ടിക്കഴിഞ്ഞ ശേഷം അവിടുന്ന് തിരിച്ച് മാർക്കറ്റ് കയറി വരുന്നൊരു സംഭവങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ദെൻ അവിടുന്ന് നമ്മൾ മാർക്കറ്റ് തിരിഞ്ഞ് വരുന്നൊരു കേസ് നോക്കുകയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഏകദേശം ഇന്നലെ വരെ 966 പോയിന്റോളം കയറിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കണ്ടതിന് ശേഷം ഇതിന് ശേഷം അതായത് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ വെച്ചിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ വെച്ചിട്ട് ഒരുപാട് ബയ്യേഴ്സ് കയറിയിട്ടുണ്ടാവും. ഇത്രയും ഇവിടെ നിന്നൊക്കെ കയറിയിരിക്കുന്ന അത്രയും ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന രീതിയിലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, മാർക്കറ്റ് മുകളിലേക്ക് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ താഴേക്ക് വരാൻ സാധ്യതയുണ്ട്, എന്നിട്ട് എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അത് കൂടാതെ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു W പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്, ഒരു W പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് മാർക്കറ്റിനകത്ത് വളരെ നല്ലൊരു ഇൻഡിക്കേഷനാണ്. നാളത്തേക്കുള്ള രീതിയിലും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് നല്ല രീതിയിൽ എക്സ്ട്രീം ബുള്ളിഷ് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യം ഇന്ന് കയറിയിരിക്കുന്ന രീതിയിലൊരു മാർക്കറ്റ് കയറ്റമൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കയറുമെന്നുള്ള എക്സ്പെക്ട് ചെയ്യും. ഇന്നിപ്പം ഏകദേശം ബിലോ താഴെ തൊട്ട് മുകളിലേക്കുള്ള സംഘം നോക്കിച്ചാൽ ഏകദേശം 700 പോയിന്റിനടുത്ത് കയറിയിട്ടുണ്ട്. അത് തൊട്ടടുത്ത ദിവസങ്ങളിലും ആ രീതിയിലൊരു മാർക്കറ്റ് കയറുമെന്നുള്ള രീതിയിൽ നമുക്ക് പാറ്റേൺസ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത് W പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തത്. സോ നാളത്തേക്കുള്ള മാർക്കറ്റ് ആ രീതിയിൽ ഒരു എക്സ്ട്രീം ബുള്ളിഷ് ആവുമെന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് നോക്കാം, നാളത്തേക്കുള്ള സംഗതികൾ നോക്കുന്ന രീതിയിൽ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നമുക്ക് ഓപ്ഷൻ ബയ്യേഴ്സിന് നല്ല രീതിയിൽ ചാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ 48,000-നകത്ത് നമുക്കൊരു റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്ന സമയത്തിന് ഓപ്ഷൻ ചെയിനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് 48,000 ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് കോൾ റൈറ്റേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഏരിയ ആയിരുന്നു 48,000 എന്നുള്ളത്. സോ അത് നോക്കി നമുക്ക് ഈ ആ ഒരു റിജക്ഷൻ ക്യാൻഡിൽ കൂടി കണ്ടു കഴിഞ്ഞ സമയത്ത് നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ഒരു പുട്ട് സൈഡ് എൻട്രി എടുക്കായിരുന്നു. പുട്ട് സൈഡ് എൻട്രിയാണ് എടുക്കുന്നതെങ്കിൽ തൊട്ട് താഴെ ഈ ഒരു ലെവൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് താഴെയൊക്കെ ലെവൽസ് ഉണ്ട് എങ്കിലും സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് വരുന്ന രീതിയിലാണെങ്കിൽ ഇത്രയും ഏരിയ വരെ നമുക്ക് എന്തായാലും കൊണ്ടുവരായിരുന്നു. ഇത്രയും ഏരിയ വരെ കൊണ്ടുവരുന്ന സംഭവമാണെങ്കിൽ തന്നെ 650 പോയിന്റോളം നമുക്കുണ്ടായിരുന്നു. ഒരു 500 പോയിന്റോളം നമുക്ക് എന്തായാലും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മാർക്കറ്റ് ആയിരുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു ഡബിൾ ബോട്ടം കിട്ടുന്ന സമയത്ത് ഇവിടുന്ന് കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്തൊരു എൻട്രിക്ക് താഴെ വന്നു, വീണ്ടും മുകളിലേക്ക് കയറി, വീണ്ടും സെയിം ട്രെൻഡ് ലൈനകത്ത് തന്നെ റിജക്ഷൻ. ഇവിടെ നമുക്കൊരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് കാണാം. ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ, അതായത് ഒരു 1.25 ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്കിവിടെ കാണാം. ആ റിജക്ഷൻ ക്യാൻഡിൽ കാണുന്ന സമയത്ത് നമുക്ക് 48,000 കാരണം കോൾ റേറ്റേഴ്സിനും പുട്ട് റേറ്റേഴ്സിനും ഒരുപോലെ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് 48,000 NSEയുടെ സൈറ്റ് നോക്കിയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു ടാർഗറ്റിനെ വെച്ചിട്ട് നമുക്ക് കോൾ സൈഡിലേക്ക് എൻട്രി എടുക്കായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം നേരത്തെ നമ്മൾ കണ്ടു ഒരു 700 പോയിന്റോളം മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അത്രയും പോയിന്റ്സിനെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു മാർക്കറ്റ് ആയിരുന്നു. നമ്മൾ ഈ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, താഴെ വരെ വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച് മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ രീതിയിൽ തന്നെയാണ്. കാരണം ഗ്യാപ്പ് ആയിട്ട് തന്നെയാണ് ഈ നിഫ്റ്റിയുടെ കേസിലും ഇതേ സംഭവങ്ങൾ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് വന്ന് നിഫ്റ്റി ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങൾ ഒരു 6 മാസത്തോളമായിട്ട് നിഫ്റ്റി ഫോളോ ചെയ്ത് വരുന്ന ട്രെൻഡ് ലൈനാണ്. ആ ഒരു ട്രെൻഡ് ലൈനിൽ വന്നിട്ട് തന്നെയാണ് ഇന്ന് നിഫ്റ്റി വന്ന് ലാൻഡ് ചെയ്ത് നിൽക്കുന്നത്. സോ നമുക്ക് ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയായിരുന്നു. അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തന്നെയാണ് നിഫ്റ്റി മുകളിലേക്ക് ഇന്ന് കയറിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് എക്സാക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ
ഇപ്പം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ആയി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പോലും ആദ്യത്തെ ക്യാനിൽ വന്ന് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്ന 22,306 നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ. അതിനുശേഷം നമുക്ക് കാണാം തൊട്ട് താഴെ ആകെ നന്നായിട്ടൊരു ഡൗൺ സൈഡിലേക്ക് പോയിട്ട് കുറച്ച് നേരം നമ്മളൊരു ഏരിയ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൺസോൾഡേറ്റ് ചെയ്തൊരു ഏരിയ കാണാം. അവിടെ ആയിരുന്നു ഒരു അരമണിക്കൂറോളം മാർക്കറ്റ്, അരമണിക്കൂറല്ല, ഒരു മണിക്കൂറിന് മുകളിലായിട്ട് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ തന്നെയായിരുന്നു. അവിടെ നിന്നൊരു ട്രേഡിംഗ് ചാൻസ് അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ 22,306 എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ അവിടെ തന്നെ വരികയും അവിടെ നിന്ന് റിജക്ഷൻ വന്നിരിക്കുന്നതും കാണാം. ദെൻ അവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ വീണ്ടും വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത് ആ ട്രെൻഡിൽ എക്സാക്റ്റ് ആയിട്ട് ആ ട്രെൻഡ് ലൈനിൽ വരികയും അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് എടുക്കുകയും കണ്ടു. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടുന്ന് നമുക്കൊരു കോൾ സൈഡിലേക്കുള്ള എൻട്രിക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം നിഫ്റ്റി പിന്നീട് കയറിയിരിക്കുന്നത് ഏകദേശം 350 പോയിന്റോളം മാർക്കറ്റ് കയറി 22,429 എന്നുള്ള ലെവലിൽ വന്നിട്ടാണ് പിന്നീട് അവിടെ നിന്ന് റിജക്ഷൻ വരുന്നത്. ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഫിബ് റീട്രേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുന്ന കേസിൽ നമ്മൾ ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്വിംഗ് ഹൈ മുതൽ സ്വിംഗ് ലോ വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മളൊരു ഫിബ് എടുത്ത് ഇവിടെ ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ലോ വരെ നമ്മൾ ഒരു ഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1-2 ലെവൽസ് ഇവിടെ കാണാവുന്നതാണ്. ഇന്നിപ്പം മാർക്കറ്റ് കയറിയിരിക്കുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വന്ന് എക്സാക്റ്റ് ആയിട്ട് വന്ന് ലാൻഡ് ഇതായിരിക്കുന്നത് ഓപ്പൺ ചെയ്ത സമയത്ത് അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് 0.5 ലെവലിലാണ് റെസിസ്റ്റൻസ്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ ലെവൽസ് ഇവിടെ ആൾറെഡി കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ലെവൽസ് ഇവിടെ ആൾറെഡി ഉണ്ട്. 22,306 എന്ന് പറയുന്ന ലെവൽസ്, ആ ലെവൽസിനകത്താണ് വന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴേക്ക് പോയി താഴെ വന്നുകൊണ്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്ന നമ്മുടെ ട്രെൻഡ് ലൈനും ഉണ്ട്. അത് കൂടാതെ തന്നെ 0.236 എന്ന് പറയുന്ന ലെവല് 0.236 എന്ന് പറയുന്ന ലെവലിനകത്ത് വന്നിട്ടാണ് ഇതായിരിക്കുന്നത് മാർക്കറ്റ് ലാൻഡ് ആയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുൻപ് മാർക്കറ്റ് താഴെ വന്ന് മുകളിലേക്ക് കയറി റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 0.5 ലെവൽ. 0.5 ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ആ ഇമ്പോർട്ടൻ്റ് ഏരിയക്കകത്ത് നിന്ന് അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴെ വന്നു. ദെൻ ട്രെൻഡ് ലൈനിൽ തട്ടുന്നതിൻ്റെ കൂടെ തന്നെ 0.236 ഏരിയയാണ്. ശേഷം മാർക്കറ്റ് വീണ്ടും കയറി 0.5 ലെവൽ കയറി പിന്നീട് വരുന്ന റെസിസ്റ്റൻസ് ആയ 0.618 ലെവലിനകത്ത് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് താഴെ വന്നിരിക്കുന്നത്. ഈ ലെവൽസൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന 22,429 ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലെവൽസാണ്. ഈ ഒരു ഫിബ് ചെക്ക് ചെയ്യുന്ന സമയത്തുള്ള ലെവൽസ് കൂടാതെ തന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം മാർക്കറ്റിനകത്ത് ലെവൽ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് എടുക്കുകയും റെസിസ്റ്റൻസ് എടുക്കുകയും താഴേക്ക് വരികയും ചെയ്തു. പക്ഷേ ഇങ്ങനെ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് 1-2 കേസുകൾ കാണാം. നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തരുന്ന രീതിയിലുള്ള സംഗതിയാണ് നമുക്കിവിടെ കാണാം. 0.5 ലെവലിൻ്റെ മുകളിലേക്ക് കയറുക എന്നുള്ള സംഭവം കൊണ്ട് നമുക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാർക്കറ്റ് ബുള്ളിഷിലേക്ക് ഒരു കറക്ഷൻ മോഡ് കഴിഞ്ഞ് മുകളിലേക്ക് കയറി എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. അതിനുശേഷം ഇനി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു റാലി കാണാം എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ കരുതുന്നത്. അപ്പോൾ നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളും നമ്മൾ ബാങ്ക് നിഫ്റ്റിക്കകത്ത് നോക്കുകയാണെങ്കിൽ ഞാനൊരു ഇത്രയും മാർക്കറ്റ് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ FIAസും DIAസും അടുത്ത ദിവസം തുടർട്ട് ആക്റ്റീവ് ആകുമെന്നുള്ളതാണ് കരുതുന്നത്. വേറെ മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസ് ഒന്നും വന്നു കിടക്കുന്ന സംഭവങ്ങളില്ല. പോരാത്തതിന് മാർക്കറ്റ് പോസിറ്റീവ് ആവുന്ന രീതിയിലൊരു സംഭവം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞു ഒരു W പാറ്റേൺ ആണ് വന്ന് ക്ലോസ് ആയി നിൽക്കുന്നത്. സോ ഈ W പാറ്റേൺ ക്ലോസ് ആയി നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ നാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 48,000 മുകളിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 48,000 മുകളിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതിന് ശേഷം മാർക്കറ്റ് 48,000-നകത്ത് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 48 അവിടെ ഫോം ചെയ്യുന്ന കാൻഡിൽസ് നോക്കിയ ശേഷം റെസിസ്റ്റൻസ് പുൾ ബാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 48,000 ഫസ്റ്റ് ടാർഗറ്റ് 48,221 എന്ന ലെവൽ കണ്ടിട്ട് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. 48,470 എന്ന ലെവലിൽ സെക്കൻഡ് ടാർഗറ്റും വെച്ചുകൊണ്ട് കോൾസെല്ലിലേക്ക് എൻട്രി പോകാവുന്നതാണ്. അതെല്ലാം മാർക്കറ്റ് വന്ന് കുറച്ച് നേരം ഇവിടെ കൺസോൾട്ടേഷനും കാര്യങ്ങളൊക്കെ ആയി നിന്നതിന് ശേഷം ഈ രണ്ടാമത്തെ ലെവൽ 47,909 എന്നുള്ള ലെവലിൽ അതിൻ്റെ താഴേക്ക് വരികയും അവിടെ നമുക്ക് റീടെസ്റ്റ് കിട്ടുന്നുണ്ട്. 50 മിനിറ്റ്സിലൊക്കെ റീടെസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് താഴേക്ക് വന്ന് വീണ്ടും ഈ ഒരു ലെവലിലൂടെ റീടെസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള 47,800 ഫസ്റ്റ് ടാർഗറ്റും 47,441 സെക്കൻഡ് ടാർഗറ്റും വെച്ചിട്ട് നമുക്ക് പുട്ട് സൈഡിലേക്കും എൻട്രി നോക്കാവുന്നതാണ്. റീസെൻ്റ് ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റിക്കകത്തുള്ള ഒരു എൻ്റെ ഒരു വ്യൂ അതാണ്. പക്ഷേ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞാലും ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽസും പാറ്റേൺസൊക്കെ വെച്ചിട്ട് നാളത്തേക്ക് ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതിന് ശേഷം 48,000 സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറുമെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ പറഞ്ഞു 0.5 ലെവലിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്.
സോ ഒരു ചെറിയ ഗ്യാപ്പ് ഇപ്പോൾ ഓപ്പണിംഗ് വന്നതിന് ശേഷം ആ ഒരു ലെവലിൽ റീടെസ്റ്റ് കിട്ടി വീണ്ടും തൊട്ട് മുകളിലുള്ള ലെവൽ തൊട്ട് മുകളിൽ പറഞ്ഞാൽ നമ്മളൊരു ലെവൽസ് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 22,591. അതേ ലെവലിൽ തന്നെയാണ് 0.786 എന്ന് പറയുന്ന നെക്സ്റ്റ് ഫിബിൻ്റെ ലെവലും വരുന്നത്. സോ ആ ഒരു ലെവൽ വരെ പോകുമെന്നുള്ളതാണ് നാളത്തേക്കുള്ള എൻ്റെ പ്രതീക്ഷ. അതല്ല മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ ഗ്യാപ്പ് അപ്പ് കിട്ടുക അല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പണിംഗ് കിട്ടിയതിന് ശേഷം മാർക്കറ്റിനകത്ത് ഈ ഒരു സംഭവങ്ങൾ ഇവിടെ കൺസോൾട്ടേഷൻ വരികയും ഇതിന് തൊട്ട് താഴെയുള്ള 0.5 വരെ വരികയും നമ്മൾ ഹോൾസെയിലേക്കുള്ള ഒരു സെക്കൻഡ് എൻട്രി എന്നുള്ള രീതിയിലാണ്. ഒന്നുകിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഹോൾസെയിലിൽ 22,591 ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അതല്ല മാർക്കറ്റ് താഴേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് താഴേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലെവലായ 0.5 ലെവലിനകത്ത് റീടെസ്റ്റ് എടുത്തിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നിഫ്റ്റിയുടെ കേസിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒന്നുകിൽ ന്യൂട്രൽ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ തന്നതിന് ശേഷം മാർക്കറ്റ് താഴെ വന്ന് ഒരു 0.5 ലെവലിനകത്ത് ഒരു പുൾ ബാക്ക് എടുത്ത് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് നാളത്തെ കേസിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കോൾ സൈഡ് എൻട്രി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതല്ല ഈ 0.5 ലെവലിൻ്റെ താഴേക്ക് ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ പാറ്റേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴെ വന്നു ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ദെൻ ഇവിടുന്ന് ഒരു റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 22,200 ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. ആ ഒരു ലെവൽ ഒരു കൺസോൾട്ടേഷൻ വന്നിരിക്കുന്ന ഒരു ലെവലാണ്, ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അതിനകത്തുനിന്ന് വീണ്ടും റിജക്ഷൻ വന്ന് മുകളിലേക്ക് കയറുമെന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് ഇനിയൊരു താഴേക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു നെഗറ്റീവ് ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മാർക്കറ്റ് ഇനിയും താഴെ വന്നിട്ട് ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് അടുത്ത ദിവസത്തേക്ക് മാർക്കറ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ കരുതുന്നത്. സോ ഒരു പോസിറ്റീവ് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ എന്തായാലും ഒരു ഗ്യാപ്പ് അപ്പ് മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ്, ഒരു വലിയൊരു മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് എന്ന് കിട്ടിയതുകൊണ്ട് ക്ലോസിങ്ങും ആയിരുന്നു. സോ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻ്റ് എന്ന് കിട്ടിയതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ ഓപ്പണിംഗ് കിട്ടിയതിന് ശേഷം ഒന്ന് കൺസോൾട്ടേഷൻ വന്ന് 0.5 ലെവൽ വന്നതിന് ശേഷം മുകളിലേക്ക് കയറുമെന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതല്ല ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം നന്നായിട്ട് 48,000 തന്നെ റെസിസ്റ്റൻസ് എടുത്ത് മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയും അധികം താഴാൻ ചാൻസ് ഇല്ല. 0.618 തന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറാവുന്നതാണ്. അങ്ങനെ കയറുകയാണെങ്കിൽ 22,591 വരെ എന്തായാലും പോകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ബാക്കി നാളെ മാർക്കറ്റ് ടൈമിനകത്ത് എങ്ങനെ കയറുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റ് ടൈമിനകത്ത് നോക്കിയിട്ട് കാണാം.